മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു അധിക്ഷേപം മാത്രമായിട്ട് തന്നെയാണ് മന്ത്രി പറയുന്നത്. അത് മലപ്പുറത്തുകാരോടുള്ള ഒരു അധിക്ഷേപം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മന്ത്രി ആ വാക്കിൽ നിന്ന് പിന്മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അത് പിൻവാങ്ങുന്നതും ഒരു ജില്ലയെ മാത്രം പറയുമല്ലോ. മലപ്പുറം ജില്ലയ്ക്ക് എന്താ വേറെന്താ ഉള്ളത്? മലപ്പുറത്തേക്ക് ജില്ലയ്ക്ക് കേരളത്തിലൊരു ജില്ല തന്നെയല്ല മലപ്പുറം. കേരളത്തിലെ മറ്റുള്ള ചെയ്യുന്ന ടാക്സ് പേയ്മെന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ചെയ്യുന്നില്ല. ഗവൺമെന്റ് നിശ്ചയിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങളും ഗവൺമെന്റ് അനുസരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ട്. ഞങ്ങൾക്കെതിരെ വരുന്ന നിയമങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അത് CITയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. LDFന്റെ ഭാഗമായ CITയുടെ നേതൃത്വത്തിൽ ഈ മന്ത്രി ഭാഗഭാക്കായിട്ടുള്ള ഒരു മന്ത്രിസഭയ്ക്കുടെ നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റിന്റെ എതിരായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. അതല്ലാതെ ഞങ്ങൾ ഒരു മതവിഭാഗത്തിനെതിരായോ മറ്റോ അല്ല. ആ മന്ത്രി പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. മന്ത്രി ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം. മലപ്പുറത്ത് ഇവിടെ ദിനേശനുണ്ട്, ഗഫൂറുണ്ട്, ജോസഫുണ്ട്, എല്ലാവരുമുണ്ട്. മുരളീധരനുണ്ട്, എല്ലാ മതവിഭാഗക്കാരുമുണ്ട്. മലപ്പുറത്ത് ഇവിടെ ഗുണ്ടായിസം, ഞങ്ങൾ വേറെ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ ഇവിടെ ഗുണ്ടായിസം നടത്തിയതായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഗുണ്ടായിസം ഇവിടെ നടത്തിയതായിട്ട് തെളിവല്ലോ ഉണ്ടോ? ഡ്രൈവിംഗ് സ്കൂളിൽ RT ഓഫീസിൽ ക്രമക്കേട് നടത്തുന്നത് ആരാണ്? ഞങ്ങളാണോ? ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് RT ഓഫീസിൽ എന്താ പണിയുള്ളത്? ഒരു വർക്കുമില്ല. ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഓൺലൈനിലാണ് അപേക്ഷ കൊടുക്കുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിലേ വരുന്നത്. RT ഓഫീസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ലേണേഴ്സ് ഓൺലൈനിൽ കുട്ടികളാണ് ചെയ്യുന്നത്. ഇതിലൊന്നും ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകാർ അവിടെ കൈകടത്തലോ പോകലോ ഇല്ല. പിന്നെ വലിയ കോടികൾ വെട്ടിപ്പിച്ചു പറഞ്ഞു. ഈ കോടികൾ വെട്ടിക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകാർ എന്താ ഈ കോടികളുടെ ഇടപാട് അവിടെ ഉള്ളത്? കോടികളുടെ ഇടപാടൊന്നും അവിടെ ഇല്ല. വലിയ ടാക്സുകളെ വെട്ടിച്ചത്. ബസ്സുകൾ ടാക്സ് അടയ്ക്കാതെ ഓടി ടാക്സ് വെട്ടിപ്പ് നടത്തി. അതാണ് മന്ത്രി പറയുന്നത്. ഞങ്ങൾക്കറിയാം തിരൂര് അത് നടത്തിയതിന് ഉദ്യോഗസ്ഥരത് കൊള്ളരുതായ്മ. മന്ത്രിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ റോഡിലിറങ്ങുന്ന വാഹനങ്ങൾ പരിശോധിച്ച് അതിന് ടാക്സ് അടച്ചോന്ന് പരിശോധിക്കണം. ഓൺലൈനിൽ കിട്ടും, ഇപ്പോൾ മൊബൈലിൽ കിട്ടും. പക്ഷെ അതുപോലും പരിശോധിക്കാനുള്ള കഴിവുള്ള ഉദ്യോഗസ്ഥർ മന്ത്രിയുടെ അടുത്തില്ലാത്തതിന് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ മെക്കറ്റ് കയറിയിട്ട് എന്താ കാര്യം? അതല്ലേ ഇപ്പോൾ നടക്കുന്നത്.